ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ ബി റിവ്യൂ തുടങ്ങല്ലേ. എങ്ങനെയുണ്ട് ഇന്നത്തെ ബിഗ് ബോസ്? എല്ലാവരും കണ്ടോ? ഇഷ്ടമായോ? സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് പിന്നെ 24 hours ലൈവ് കാണാനുള്ള സമയമില്ല കേട്ടോ. അപ്പോൾ ടി വിയിൽ വരുന്ന എപ്പിസോഡ്സ് മാത്രം കണ്ടിട്ടില്ല. എന്താ പറയുക, റിവ്യൂ ആണ്. സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കണ്ടത് ആ ബാൻഡിനുള്ള അടിപിടിയും കടിപിടിയും ഒക്കെയാണ്. പിന്നെ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് എല്ലാവരും നീച്ചിട്ടുണ്ടായിരുന്നു, പാട്ടും ഡാൻസും ഒക്കെ. ക്യാപ്റ്റൻ നമ്മളെന്താ അനീഷ് എന്നല്ലേ പേര്, അനീഷ് ടി എ തറയിൽ ക്യാപ്റ്റനുമായി നല്ല റീസൺസാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നി ശാരിക കുറച്ച് ആക്റ്റീവ് എല്ലാം തോന്നി. അതെന്താണാവോ അറിയില്ല. ഞാൻ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റാണ്, പക്ഷേ കുറച്ച് ആക്റ്റീവ് അല്ലാതിരിക്കുന്ന പോലെ എനിക്കും തോന്നി. പിന്നെ രേണുസുധിയും എല്ലാവരും പറഞ്ഞതനുസരിച്ച് രേണുസുധിയും ആക്റ്റീവ് അല്ല എന്ന് പറയുന്നുണ്ട്, അറിയില്ല. പിന്നെ ഓവർ ആക്റ്റീവ് കുറച്ച് ആൾക്കാരുണ്ട്. ആരാ ഓവർ ആക്ടിങ് ഒന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഇതിൽ നമ്മുടെ ക്യാപ്റ്റൻ തന്നെയാണ് അത്യാവശ്യം ഓവർ ആക്ടിങ് ഉള്ളത്. അത് വിട്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം ബാക്കി എന്താ ഉണ്ടാവണതെന്ന്. ഇപ്പോൾ നോമിനേഷൻ കഴിഞ്ഞു. നോമിനേഷനിൽ കുറേ പേര് സെലക്ട് ആയിട്ടുണ്ട്. ആരൊക്കെയാണ് നോമിനേഷനിൽ സെലക്ട് ആയത് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് പറഞ്ഞിട്ട് ശരിയാ വരണ്ടേ. കാരണം എന്താ അറിയോ, ഇവർ മനഃപൂർവ്വം ഇവർ വിചാരം കുറേ വന്ന് ഒച്ചമീരുണ്ടാക്കിയ തിരക്കുണ്ടാക്കിയാൽ ബിഗ് ബോസ് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് വന്നവരാണ്. ഒരു തലവേദനയുണ്ട്, വന്ന എല്ലാവർക്കും തലവേദന തോന്നുന്നുണ്ട്. എനിക്കത് കണ്ടിട്ട് ശരി വരിക. നമ്മളെ രുദ്രൻ്റെ കളിയാക്കലും പിന്നെ അത് നോക്കാണ് ഏൽപ്പിച്ച് രുദ്രൻ്റെ കളിയാക്കലും രേണുസുധി ആണെങ്കിലും തലക്ക് വേദനിക്കുന്നുണ്ട്, പക്ഷെ ഒച്ചടലിന് ഒരു കുറവുമില്ല. അതാണല്ലേ. പിന്നെ ക്യാപ്റ്റൻ ആണെങ്കിലോ പാർഷ്യലായിട്ടുള്ളൊരു ക്യാപ്റ്റൻ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നൊരു ക്യാപ്റ്റൻ. എല്ലാവരും ക്യാപ്റ്റനെ ടാർഗറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. നോക്കാം. ഈ പ്രാവശ്യം ബിഗ് പ്ലസ് ഒന്നും ഇല്ലേ? തലവേദനയായിട്ട് കുറേ ആൾക്കാർ കയറി വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ആ രേണുസുധി എപ്പോഴും കണ്ടില്ല, കൈ എപ്പോഴും തലേൻ്റെ മുകളിലാണ്. എനിക്ക് തോന്നുന്നു അതിന് ആ മുടിയെല്ലാം കൂടി കെട്ടി വെച്ചിട്ടേ അതിന് ആകെ ഒരു പൊറുത്തിയുടെ ഉണ്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നമുക്ക് നോക്കാം ഏതുവരെ പോകും, ആരൊക്കെ നിൽക്കും, ആരൊക്കെ കേടിൻ്റെ പണി കിട്ടും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. തിരക്കുണ്ടാക്കാൻ വന്നവരും തിരക്കുണ്ടാക്കി അഭിനയിക്കുന്നവരും സേഫ് ഗെയിം കളിക്കുന്നവരും. പക്ഷെ ഞാൻ കുറേ ആക്റ്റീവ് ആവുമെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ കുറേ ആക്റ്റീവ് അല്ലാതിരിക്കുന്ന കാണുന്നുണ്ട്. നോക്കാം, നന്നായി കളിച്ചാൽ മതി. എന്തായാലും എൻ്റെ വോട്ട് ശാരികയ്ക്കാണ് കേട്ടോ. ബാക്കിയുള്ളവരിങ്ങനെ ആർക്കാ ചവിട്ട് ചെയ്തോളൂ. അപ്പോൾ എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ഷെയർ ചെയ്യൂ, പിന്നെ കമൻറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ നമുക്ക് ഈ ബി റിവ്യൂ ചെയ്യണമെന്ന് അധികമൊന്നും അറിയില്ല, തുടക്കക്കാരിയാണ്. അപ്പോൾ അതിൻ്റെതായ ചില പോരായ്മകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ നമുക്ക് നാളെ ബി കണ്ടിട്ട് ബാക്കി പറയാം. പിന്നെ 24 hours കാണാനുള്ള സമയമൊന്നും എനിക്കില്ല, എനിക്കും ജോലിയുള്ളതാണ്. അപ്പോൾ ഈ ഒരൊറ്റ എപ്പിസോഡ് കണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ 10 സമയം. ഗുഡ് നൈറ്റ്.